യുക്രൈൻ പ്രദേശങ്ങൾ പിടിച്ചടക്കി റഷ്യ. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ യുക്രൈൻ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചടക്കി. ട്രംപുമായി വഷളായ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനായി ഉന്നതതല സംഘം ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ യുഎസുമായി ചർച്ച നടത്താനിരിക്കുകയാണ്. യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആവശ്യമായ തീരുമാനങ്ങളും നടപടികളും ചർച്ച ചെയ്ത് അംഗീകരിക്കുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് സെലൻസ്കി പറഞ്ഞു. വിക്ടോറോവ്ക, നിക്കോളായേവ്ക, സ്റ്റാരായ സൊറോച്ചിന എന്നീ 3 ഗ്രാമങ്ങൾ കൂടി തിരിച്ചുപിടിച്ചതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 3 വർഷം പഴക്കമുള്ള പോരാട്ടം ഇപ്പോൾ കീവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു വഴിത്തിരിവിലാണ്. കഴിഞ്ഞയാഴ്ച സെലൻസ്കിയുമായുള്ള പരസ്യമായ തർക്കത്തെ തുടർന്ന് ട്രംപ് യുഎസ് സൈനിക സപ്ലൈകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഓഗസ്റ്റിൽ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷവും കുർസ്ക് പ്രദേശത്തിന്റെ ഏകദേശം 400 ചതുരശ്ര കിലോമീറ്റർ യുക്രൈൻ ഇപ്പോഴും നിയന്ത്രണത്തിലാണ്. സമാധാന ചർച്ചകളിലെ ഒരു സാധ്യതയുള്ള ചർച്ചാ ചിപ്പായി സെലൻസ്കി ഇതിനെ കാണുന്നു. എന്നിരുന്നാലും റഷ്യൻ സൈന്യം പിന്നോട്ടു പോയതോടെ കുർസ്കിലെ യുക്രൈൻ സൈന്യത്തിന്റെ സ്ഥിതി സമീപ ആഴ്ചകളിൽ വഷളായി. കുർസ്കിൽ യുക്രൈൻ ആദ്യം പിടിച്ചെടുത്ത പ്രദേശത്തിന്റെ 2/3 ഭാഗവും റഷ്യ ഇതിനകം തിരിച്ചുപിടിച്ചു. പീരങ്കികളും ഗൈഡഡ് ഏരിയൽ ബോംബുകളും ഉപയോഗിച്ചുള്ള കനത്ത ബോംബാക്രമണത്തിനിടയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് യുക്രൈൻ സൈനിക ജനറൽ സ്റ്റാഫ് ശനിയാഴ്ച പറഞ്ഞു. കുർസ്കുമായി അതിർത്തി പങ്കിടുന്ന യുക്രൈനിലെ സുമി മേഖലയിലേക്ക് റഷ്യൻ സൈനികരുടെ ചെറിയ സംഘങ്ങൾ സമീപ ആഴ്ചകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. കുർസ്കിൽ യുക്രൈൻ ആദ്യം പിടിച്ചെടുത്ത പ്രദേശത്തിന്റെ 2/3 ഭാഗവുമാണ് റഷ്യ തിരിച്ചുപിടിച്ചത്. യുക്രൈനും റഷ്യയും തികച്ചും വ്യത്യസ്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനാൽ പൂർണ്ണമായ സമാധാന ചർച്ചകൾ ഇപ്പോഴും ഒരു വിദൂര സാധ്യതയായി തുടരുകയാണ്. വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം സംഘർഷം പരിഹരിക്കുന്നതിന് ട്രംപ് മുൻഗണന നൽകിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും റഷ്യ അനുകൂലിക്കുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. റഷ്യ അനുകൂലിക്കുന്ന ഒരു ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ ട്രംപ് യുക്രൈനെ നിർബന്ധിക്കാൻ ശ്രമിച്ചേക്കുമെന്ന ഭയം യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കിടയിലും ഉയർത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി മുതിർന്ന അമേരിക്കൻ യുക്രൈൻ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തും. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ചകൾക്കായി സെലൻസ്കി തിങ്കളാഴ്ചയും സന്ദർശിക്കും. കിഴക്കും വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലും രാത്രിയിലുണ്ടായ കനത്ത ബോംബാക്രമണത്തിന് ശേഷം റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കാൻ സെലൻസ്കി സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ തീരുമാനങ്ങളും നടപടികളും ചർച്ച ചെയ്ത് അംഗീകരിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായി സെലൻസ്കി അറിയിച്ചു. എന്നാൽ കിഴക്കൻ യുക്രൈനിലെ ക്രൂരമായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. റഷ്യ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നില്ല എന്ന് അവ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 2022 ആരംഭിച്ച സംഘർഷം ഇപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു വഴിത്തിരിവിലാണ്. കഴിഞ്ഞയാഴ്ച സെലൻസ്കിയുമായുള്ള പരസ്യമായ തർക്കത്തെ തുടർന്ന് ട്രംപ് അമേരിക്കൻ സൈനിക സഹായങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.